ഇന്ന് നമ്മൾ ആയിരിക്കുക വൈറ്റിലക്കടുത്തുള്ള സെന്റ് ബൊനവെഞ്ചേറെ കപ്പൂച്ചിൻ ആശ്രമത്തിലാണ്. ഇവിടെയാണ് ധന്യനായ തിയോഫിൻ അച്ഛൻ ജീവിച്ചു. ഈ നാട്ടിലൊക്കെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ മനുഷ്യരൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറയുണ്ട്, അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുണ്ട്. അവിടുത്തെ കാഴ്ചകളിലേക്ക്, ആ വിശുദ്ധൻ്റെ പുണ്യഭൂമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഏറെ നാൾ വലിയച്ഛനായിരുന്ന 2005 മുതൽ സഭ ദൈവദാസനായിട്ട് അംഗീകരിച്ച നമ്മുടെ തിയോഫിനച്ഛൻ കത്തോലിക്ക സഭ ഈ 21-ാം തീയതി ധന്യനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേവദാസൻ തിയോഫിനച്ഛനെ ധന്യനായി പ്രഖ്യാപിച്ചു. അതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. സഭ ധന്യനായിട്ടോ വിശുദ്ധനായിട്ടോ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിയോഫിനച്ഛന്റെ ഭക്തരുടെ ഹൃദയത്തിൽ അദ്ദേഹം വിശുദ്ധൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പൊന്നുരുന്നി ആശ്രമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടു പോകുന്നത്. തിയോഫിനച്ഛൻ ജനിച്ചത് കോട്ടപ്പുറം കൊടുങ്ങല്ലൂരിലാണ്. 1913 അദ്ദേഹം അവിടെ ജനിച്ചു. വിദ്യാഭ്യാസം നടത്തിയത് സെന്റ് മൈക്കിൾസ് സ്കൂളിലും കൊടുങ്ങല്ലൂർ സ്കൂളിലുമെല്ലാമാണ്. അതിനുശേഷം സെന്റ് ആൽബർട്ട്സിൽ വന്നു ചേർന്നു. അതിനുശേഷം കപ്പുച്ചൻ സഭയിലോട്ട് വന്നു ചേർന്നു. കപ്പുച്ചൻ സഭയിൽ വ്യത്യസ്ത ആശ്രമങ്ങളിൽ ഫോർമേഷൻ നടത്തിയിട്ട് അദ്ദേഹം ഒരു വൈദികനായിട്ട് അഭിഷിക്തനായി. കോട്ടഗിരിയിലെ ഞങ്ങളുടെ ദൈവശാസ്ത്ര കോളേജിലെ പ്രൊഫസറായിരുന്നു. അവിടുത്തെ ഡീക്കന്മാരുടെ കൺഫസറും സ്പിരിച്വൽ ഫാദറുമായിരുന്നു. കോട്ടഗിരിയിൽ തന്നെയുള്ള സെന്റ് മേരീസ് ചർച്ചിന്റെ വികാരിയായിരുന്നു. കുന്നത്തുള്ള ആശ്രമത്തിന്റെ സുപ്പീരിയർ ആയിരുന്നു. അങ്ങനെ വ്യത്യസ്ത ആശ്രമങ്ങളിൽ സുപ്പീരിയറും ആധ്യാത്മിക പിതാവുമായിട്ട് ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് മേലധികാരികൾ അദ്ദേഹത്തെ എറണാകുളത്ത് ഒരാശ്രമം തുടങ്ങുന്നതിനായിട്ട് അയച്ചത്. വന്ന് ആദ്യം തുടങ്ങിയത് വരവുകാടായിരുന്നു. വരവുകാട് അന്ന് തുടങ്ങുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ടായിരുന്നു. ദിവംഗതനായ മോൺസിഞ്ഞോർ തോട്ടകത്ത് അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്നു. മോൺസിഞ്ഞോർ തോട്ടകത്താണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചത്. പക്ഷെ അത് തുടർന്നുകൊണ്ട് പോകുന്നതിന് സാധിച്ചില്ല. അവിടെ കപ്പൽശാല വന്നു. അതുകൊണ്ട് അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് പോന്നു, പൊന്നുരുന്നിയിലോട്ട് പോന്നു. ഈ പൊന്നുരുന്നിയിലോട്ട് വരുന്നതിനായിട്ടും പൊന്നുരുന്നിയിൽ ആശ്രമം തുടങ്ങുന്നതിനായിട്ടും ഏറെ നിമിത്തമായിരുന്നത് അട്ടിപ്പേറ്റി പിതാവായിരുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ പാലാരിവട്ടത്തെ വികാരിയായിരുന്ന അഗസ്റ്റിൻ കുറ്റിക്കലച്ചനുമായിരുന്നു. ഇവിടെ വന്ന് ഈ സ്ഥലം ലഭിച്ചു. ഇവിടെ ആശ്രമത്തിന്റെ പണി ആരംഭിച്ചു. ഒത്തിരി പേര് സഹായിക്കാനുണ്ടായിരുന്നു. അന്ന് സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഇല്ലിപ്പറമ്പിൽ അച്ഛനുണ്ട്. CKC കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഈ പണിക്കെല്ലാം മേൽനോട്ടം നോക്കിയ ശബരിമേസ്ത്രിയുണ്ട്. ഈ ദേവാലയത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും സ്ട്രക്ചറെല്ലാം രൂപപ്പെടുത്തിയ മൂഞ്ഞപ്പള്ളി അച്ഛനുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് സ്നേഹ സമ്പന്നരായിട്ടുള്ള നാട്ടുകാരുണ്ടായിരുന്നു. ആളുകളുടെ സഹായത്തോടു കൂടിയിട്ട്, അവരുടെ സഹകരണത്തോടു കൂടിയിട്ട് ദേവദാസൻ 1959 ഇവിടെ ദേവാലയവും ആശ്രമവും പണിതുയർത്തി. ഒരു ബ്രഹ്മാണ്ഡമായ ആശ്രമം, ഒരു മനോഹരമായ ദേവാലയം. ഭാവിയിൽ
ആർത്തികളെ പഠിപ്പിക്കാനുള്ള ഒരു വലിയ സെമിനാരി, ഇതെല്ലാം ധന്യനായ തിയോഫിനച്ചൻ ഇവിടെ പണിതുയർത്തി. ഇവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ 9 വർഷത്തോളം അദ്ദേഹം ഇവിടെ ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം യാചിച്ചുകൊണ്ട്, ശാരീരികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് അച്ഛന്റെ പാദാന്തികത്തിൽ വന്നണഞ്ഞുകൊണ്ടിരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു. ആ ഒരു വിശ്വാസമാണ്, ആ ഒരു സമർപ്പണബോധമാണ് ഇന്നും അച്ഛൻ നിദ്ര കൊള്ളുന്ന ഈ സമാധിയിൽ ജനങ്ങൾ വരുന്നതിനുള്ള വലിയൊരു കാരണം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നു. അച്ഛന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരു മുറിവില്ലാതെ കണ്ട് ആയിരക്കണക്കിന് ആളുകൾ അച്ഛന്റെ മൃതശരീരം അടക്കം ചെയ്തിട്ടുള്ള ഈ സമാധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹം നേടുകയും ചെയ്യുന്നത്. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് KT ജോസഫ്. സാധാരണ ഇവിടേക്ക് വിളിക്കുന്നത് ജുസി എന്നും പറഞ്ഞു, പഴയ പേര്. ചേട്ടൻ എത്ര നാളായി തിയോഫിനച്ചന്റെ കൂടെ ആയിട്ട്? ഇപ്പൊ ഏകദേശം എത്ര വർഷങ്ങളായി? അച്ഛൻ വരവാട്ട് കുരിശുകളിൽ വന്നത് മുതൽ ഇപ്പോഴും ഇവിടെ സേവനം ചെയ്യാൻ, ഇവിടെ വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അവസാനത്തിന് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. തിയോഫിനച്ചനെ കണ്ടറിഞ്ഞ് അതെ. അപ്പൊ ചേട്ടന്റെ ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത സംഭവം അനുഭവങ്ങൾ ഈ അവിടെ രോഗിയായിട്ടുള്ള ആള് വന്നിട്ട് അയാളുടെ രോഗം എന്ന് വെച്ചാൽ വ്രണമായിട്ട് വന്ന അയാൾ അച്ഛൻ ശുശ്രൂഷിച്ചിട്ട് പിന്നെ അയാളെ കണ്ടിട്ടില്ല. അതാണ് ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനാണ് രോഗം മാറി. അയാൾ പിറ്റേ ദിവസം പോലും വന്നിട്ടില്ല അവിടെ. അച്ഛൻ തന്നെ താടി ഇരുന്ന് ആ വ്രണം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അയാൾ വന്നിട്ടില്ല. ഇവിടെ നമ്മള് കുറെ നേർച്ചകളും നിയോഗങ്ങളൊക്കെ അർപ്പിക്കാറൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേക നേർച്ചകളും? നമ്മൾ നിയോഗം എടുത്ത് കത്തിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ നിലവിളക്ക് നേടും. നമ്മള് നിയോഗങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് അത് കൊണ്ടുപോയിട്ട് ചിരാതി കൊണ്ടുപോയി കത്തിച്ചിട്ട് നിയോഗ പ്രാർത്ഥന ചൊല്ലി വെക്കാം. നിയോഗ പ്രാർത്ഥന. അപ്പൊ നമുക്ക് നിയോഗങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും. പിന്നെ വേറെ എന്തൊക്കെയാണ്? നിലവിളക്ക് കൊണ്ടുപോയി വെച്ച് നിലവിളക്ക് കൊണ്ടുപോയി അവിടെ കല്ലറെ കൊണ്ടുപോയി വെക്കണം. കല്ലറെ കൊണ്ടുപോയി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ കുറെ പേര് ഇവിടെ വരാറുണ്ട്. നാനാ ജാതിക്കാരും വരാറുണ്ട് ഇവിടെ. എല്ലാ മതത്തിലുള്ള ആൾക്കാരും വരാറുണ്ട്. പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം ദൈവദാസനായ തിയോഫിനച്ചന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ ധന്യൻ പദവിയിലേക്ക് തിയോഫിനച്ചൻ ഇരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 21-ാം തീയതി ഒഫീഷ്യലായിട്ട് ലയോ 14-ാമൻ പാപ്പ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിന്റെ ചടങ്ങുകൾ നമ്മുടെ ഈ കേരളത്തിൽ ഈ പൊന്നുരുന്നി ആശ്രമത്തിൽ എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇന്ന് ഞങ്ങൾ അഭിമന്യ പിതാവിനെ പോയി കണ്ടു. അതോടൊപ്പം തന്നെ ഞങ്ങൾ റോമിലുള്ള ഞങ്ങളുടെ മേലധികാരികളെയും കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ രണ്ടു കൂട്ടരെയും കണ്ട് ഒരു കൺസെൻസസിൽ വന്നിരിക്കുന്നത് ഏപ്രിൽ 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ധന്യനായ തിയോഫിനച്ചൻ്റെ ശരീരം മറവ് ചെയ്തിരിക്കുന്ന സമാധിയിൽ നിന്ന് ആരംഭിച്ച് ഈ ആശ്രമ കോമ്പൗണ്ടിൽ, ആശ്രമ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നടക്കും. അപ്പോൾ ഇനി വാഴ്ത്തപ്പെട്ടവനായിട്ട് പെട്ടെന്ന് വിശുദ്ധനായിട്ട് തിയോഫിനച്ചൻ ലോകമെങ്ങും അണങ്ങാനുള്ള അൾത്താർ വണക്കത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും